സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവജനാപ്പറിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ ആത്മീയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും. ആദ്യം പാടിയ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എന്ത് നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും. അത് നമ്മൾ ബഹളം വെച്ചൊക്കെ പാടാതെ ഇങ്ങനെ ആസ്വദിച്ച് പാടുമ്പോഴാണ് ആ പാട്ടിന്റെ സുഖം ഉണ്ടാകുന്നത്. മനോഹരമായ പാട്ട് പാടുന്ന കർത്താവ് ശ്രേഷ്ഠദാസൻ അനീഷ് കെ ജോസ് അവർകൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം വളരെ സുപരിതനാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. പൗർഷൻ ടി വിയിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നിങ്ങൾ കാണാറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തന്നെയും തന്റെ ശുശ്രൂഷയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പാട്ടെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം എന്നാഗ്രഹിക്കുന്നു. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ 2 കൊച്ചു പിള്ളേർ സൺഡേ സ്കൂളിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു. 2 കുഞ്ഞുങ്ങളും 2 വീട്ടിലെയാണ്. ഒരു കൊച്ചു പെൺകൊച്ചും ഒരു കുഞ്ഞ് ആൺകൊച്ചിനും. അവര് ഒരൊറ്റ സൺഡേ സ്കൂൾ പോലും മുടങ്ങാതെ പള്ളിയിൽ വരികയും സൺഡേ സ്കൂളിൽ പങ്കെടുക്കുകയും ചെയ്യും. അവർ രണ്ടുപേരുടെ പേര് ജോൺ എഫ് സ്ക്രീവൻ, ഡയാന ക്രിസ്റ്റി. ഇവർ രണ്ടുപേരുമാണ് പള്ളിയിൽ വളരെ ആക്റ്റീവായി സൺഡേ സ്കൂളിൽ പങ്കെടുത്തു. അയൽവക്കത്താണ് വീട്. ജനിച്ച് കണ്ട നാൾ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന 2 കുഞ്ഞുങ്ങൾ. വളർച്ചയുടെ ഓരോ ഘട്ടം കഴിയും തോറും അവർ ടീനേജ് പ്രായം കഴിഞ്ഞ് ഏതാണ്ട് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായപ്പോൾ അവിടെ സാധാരണ നിലയിലുള്ള ബന്ധം ഒരു പ്രേമ ബന്ധത്തിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കെ പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നില്ല, നിന്നെ ആയിരിക്കും. അങ്ങനെ ഡയാന ക്രിസ്റ്റിയും ജോൺ എഫ് സ്ക്രീമനും കൂടെ പള്ളിയുടെ മധുവഹയുടെ മുമ്പിൽ നിന്ന് രണ്ടുപേരും ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഡയാന ക്രിസ്റ്റി പറഞ്ഞു, ഞാൻ വിവാഹത്തിന് വേണ്ടി ആരെങ്കിലും തല കുനിക്കുന്നെങ്കിൽ അത് ജോൺ എഫ് സ്ക്രീവന്റെ മുമ്പിൽ മാത്രമായിരിക്കും. ജോൺ എഫ് സ്ക്രീവൻ പറഞ്ഞു, ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ഡയാന ക്രിസ്റ്റിയെ മാത്രമായിരിക്കും. ഉറച്ച തീരുമാനം. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും വീട്ടിൽ ഈ വിവരം അറിഞ്ഞു. ഇവർ രണ്ടുപേരും പ്രേമബദ്ധരായിരിക്കുന്നു, വിവാഹം കഴിക്കുന്നെങ്കിൽ ഇവർ മാത്രമായിരിക്കുന്ന തീരുമാനത്തിലേക്ക് അവർ ഉറച്ചു നിൽക്കുന്ന അറിഞ്ഞപ്പോൾ 2 വീട്ടിലും ഭയങ്കര പ്രശ്നമായി. 2 വീട്ടുകാരും പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ ഇതിന് സമ്മതിക്കത്തില്ല. വേറെ വിവാഹം ആലോചിച്ചു, പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. നീണ്ട 18 വർഷം അവർ കാത്തിരുന്നു. പ്രായപൂർത്തിയായതിനു ശേഷമുള്ള ഏജാ ഞാൻ പറഞ്ഞു. ഒടുവിൽ 2 വീട്ടുകാർക്ക് മനസ്സിലായി, നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല, അവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് 2 വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ഡയാന ക്രിസ്റ്റിയുടെയും ജോൺ എഫ് സ്ക്രീവന്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിവാഹ ദിവസം ആഗതമായ ചില ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. വിവാഹം നടക്കുന്നതിന്റെ തലേ ദിവസം 2 വീട്ടിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഡയാന ക്രിസ്റ്റി തന്റെ കൂട്ടുകാരോടൊപ്പം ഒന്ന് ഉല്ലസിച്ച് ഘോഷിക്കാൻ അവരോടൊപ്പം പോയി. കുളത്തിൽ നീന്തിക്കുളിച്ച് തിമിർത്ത് ഉല്ലസിക്കുക. കാരണം ദീർഘവർഷങ്ങളായി കാത്തിരുന്ന സുന്ദര ദിനം നാളെ സംജാതമാകാൻ പോകുന്നു. ആ സന്തോഷത്തിൽ മുങ്ങിക്കുളിച്ച് മുങ്ങാങ്കുഴിയൊക്കെ ഇട്ടിങ്ങനെ സന്തോഷിക്കുന്നതിനിടയിൽ ഡയാന ക്രിസ്റ്റി ഒന്ന് മുങ്ങി, പിന്നെ പൊങ്ങിയില്ല. കൂടെ ഉണ്ടാകുന്നവർക്കെല്ലാം വെപ്രാളമായി ബഹളം വെച്ചു. നന്നായി നീന്തൽ അറിയാവുന്ന ഡയാന ക്രിസ്റ്റിക്ക് ഇത് എന്ത് സംഭവിച്ചു? പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ മുങ്ങിക്കുളിക്കുന്നതിനിടയിൽ എന്നേക്കുമായി വെള്ളത്തിലേക്ക് ഡയാന ക്രിസ്റ്റി ആണ്ടുപോയി. ഫയർഫോഴ്സ് വന്ന് 1.5 മണിക്കൂർ നേരം പണിപ്പെട്ട് ഡയാന ക്രിസ്റ്റിയുടെ മൃതശരീരം പുറത്തു കൊണ്ടുവന്നു. ജോൺ എഫ് സ്ക്രീവന്റെ വീട്ടിൽ ഈ വിവരം അറിഞ്ഞില്ല. ഡയാന ക്രിസ്റ്റിയുടെ വീട്ടുകാർ പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ അറിയരുത്, അവിടെ അറിഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും, അതുകൊണ്ട് പറയണ്ട എന്ന് തീരുമാനിച്ചു. ആ വീട്ടുകാർ ആരും അറിഞ്ഞില്ല. എങ്ങനെ അതൊക്കെ കയറി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം വീടുകൾ തമ്മിൽ വലിയ അകലമില്ലാതിരിക്കെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സേഫാക്കി വെച്ചെന്ന് അറിയത്തില്ല. കാരണം ഇത് അറിയുമ്പോൾ ജോൺ എഫ് സ്ക്രീവൻ ഉണ്ടാകുന്ന മാനസിക വ്യഥ എത്ര വലുതായിരിക്കും എന്നുള്ളതാണ് അതിന്റെ കാരണമായി ഭവിച്ചത്. ഏതായാലും കൊള്ളാം, പിറ്റേ ദിവസം രാവിലെ ജോൺ എഫ് സ്ക്രീവൻ മണവാളിന്റെ വേഷത്തോടെ ഒരുങ്ങി ഇംഗ്ലണ്ടിലെ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ വന്നിരിക്കുകയാണ്. മണവാട്ടി അണിഞ്ഞൊരുങ്ങി വരുന്നതും കാത്ത് ജോൺ എഫ് സ്ക്രീവൻ ദേവാലയത്തിനകത്ത് വരന് ഇരിക്കാനുള്ള കസേരയിൽ വന്നിരുന്നു.
മണവാട്ടി അണിഞ്ഞൊരുങ്ങി ദേവാലയത്തിൽ വരേണ്ട സമയമായപ്പോൾ അവരത് തെറ്റിച്ചില്ല. ഡയാന ക്രിസ്റ്റിയുടെ മൃതശരീരവുമായി അവർ ദേവാലയത്തിലേക്ക് വരികയാണ്. വിവാഹത്തിന്റെ മണിമുഴക്കത്തിന്റെ പകരം ഒരു മൃതശരീരം വരുന്നതിന്റെ മണിമുഴക്കമാണ് വന്നത്. ഒരു വലിയ പള്ളിയാണ്. വിവാഹവും ശവസംസ്കാരമൊക്കെ ഒന്നിലധികം നടക്കുന്നത് കൊണ്ട് ജോണസ് ക്രീവൻ ശ്രദ്ധിച്ചില്ല. മറ്റെന്തോ ആണെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. താൻ ഇരിക്കുന്നതിന്റെ തൊട്ട് ഇടതുവശത്തായി താൻ വിവാഹം കഴിക്കേണ്ട ഡയാന ക്രിസ്റ്റിയുടെ മൃതശരീരം ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവച്ചു. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ജോണസ് ക്രീവൻ ദീർഘവർഷങ്ങളായി തൻ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച തന്റെ പ്രാണപ്രിയയുടെ ചേതനയറ്റ ശരീരം കണ്ട് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാൻ, നിലവിളിക്കണമോ പൊട്ടിക്കരയണമോ സമനില തെറ്റുമോ ഒന്നും അറിയാതെ ജീവച്ഛവമായി ജോണസ് ക്രീവൻ ആ കസരിലിരുന്നു. കാര്യങ്ങളൊക്കെ ജോണസ് ക്രീവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഡയാന ക്രിസ്റ്റിയുടെ ശവസംസ്കാരം തൊട്ടടുത്തുള്ള സെമിത്തേരിയിൽ നടന്നു. എല്ലാവരും കുറെ സമയമൊക്കെ അവിടെ നിന്നതിന് ശേഷം താന്താങ്ങളുടെ വഴിക്കായി പിരിഞ്ഞ് പോയി. എല്ലാവരും പോയിട്ടും ജോണസ് ക്രീവൻ മാത്രം ഡയാന ക്രിസ്റ്റിയുടെ മൃതശരീരത്തിന്റെ തന്നെ അടക്കം ചെയ്ത ആ കുഴിമാടത്തൊന്നും പോയില്ല. താൻ അവിടെ ഇരുന്നു. താൻ ഒറ്റയ്ക്കിരിക്കുക. അപ്പോഴാണ് സൺഡേ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച വാക്യങ്ങളൊക്കെ ജോണസ് ക്രീവൻ ഓർക്കുന്നത്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇവിടെ സ്നേഹിക്കുന്നവരൊക്കെ കൈവിടുമെന്നും അവർ സ്നേഹത്തിനും കരുതിന് പരിമിതി ഉണ്ടെന്നും ഈ ലോകത്തിലെ സഖികൾക്കൊക്കെ സ്നേഹത്തിന് അളവുകൾ ഉണ്ടെന്നും ഒക്കെ തനിക്ക് മനസ്സിലായി. എല്ലാവരും പിരിഞ്ഞു പോയിട്ടും തകർന്ന ഹൃദയത്തോടെ ഡയാന ക്രിസ്റ്റിയുടെ കുഴിമാടത്തിന്റെ അരികിലിരുന്ന് ജോണസ് ക്രീവൻ പാടിയ പാട്ടാണ് നമ്മൾ ആദ്യം പാടിയ എന്ത് നല്ലോർ സഖി യേശു. മനസ്സിലായോ? ജ്ഞാനകീർത്തനത്തിലെ 303 പാട്ട് ജോണസ് ക്രീവൻ ആ കുഴിമാടത്തിന്റെ അവിടെ ഇരുന്നു കൊണ്ട് പാടിയതും പിന്നീട് താൻ എഴുതിയതുമാണ്. തനിക്ക് മനസ്സിലായി താൻ സ്നേഹിച്ച എല്ലാ സഖിയും, ഈ ലോകത്തിലെ സഖികളൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഏത് സഖി മാറിപ്പോയാലും മാറാത്ത ഉറ്റ സഖി യേശു ക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുഴിമാടത്തിന്റെ അരികെ ഇരുന്നു കൊണ്ട് ജോണസ് ക്രീവന്റെ പാട്ടാണ് എന്തു നല്ലൊർ സഖി യേശു. പാപം വഹിക്കാൻ, ദുഃഖം വഹിക്കാൻ എല്ലാം പറ്റുന്ന നല്ല സഖി യേശു മാത്രം എന്ന് പറഞ്ഞ് ജോണസ് ക്രീവൻ ആ കുഴിമാടത്തിന് അരികിൽ എഴുതിയ പാട്ടാണ്. ഉണ്ടോ ഭാരം ബലഹീനം ചൊല്ലാം യേശുവോടെല്ലാം. ഞാൻ ഇതുവരെ എല്ലാം ഡയാന ക്രിസ്റ്റിയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ അസ്ഥാനത്താണ്. കേൾക്കുന്നതിന് പരിമിതി ഉണ്ട്. ഒരു സമയം കഴിഞ്ഞാൽ ഡയാന ക്രിസ്റ്റി അവൈലബിൾ അല്ല. പക്ഷേ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവൈലബിൾ ആയിരിക്കുന്ന ഒരൊറ്റ സഖിയേ ഉള്ളൂ. അത് പ്രാണൻ തന്ന യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ജോണസ് ക്രീവൻ എഴുതിയ മനോഹരമായ ഒരു പാട്ട്. നിങ്ങളാ ഇനി ആ പാട്ട് പാടുമ്പോൾ ഈ സംഭവം മനസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരികളുടെ ആഴം അറിയാൻ കുറെ കൂടെ സഹായകമാകും. അതിനുവേണ്ടി ഞാൻ ഈ കാര്യം ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകൾ എപ്പോഴും നമുക്ക് ഹൃദയത്തിൽ വലിയ ബലം നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഓർപ്പിച്ചു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സമയം കളയാൻ വേണ്ടി ഞാൻ എടുത്തിട്ടതല്ല. വളരെ മനോഹരമായ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം. അതാ പ്രത്യേകിച്ച് ഈ പഴയ പാട്ടൊക്കെ പാടുമ്പോൾ അത് ഞാൻ ആ പാട്ടൊക്കെ ഒരു 3-4 തവണ ആവർത്തിച്ച് പാടും. ഒറ്റ പ്രാവശ്യം പാടി ഞാൻ നിർത്താറില്ല. അത്രയ്ക്ക് ഹൃദയ സന്തോഷം നൽകുന്ന പാട്ടുകളാണ്. നമ്മെ കൈവിടാത്ത ഒരു നല്ല കർത്താവ് കൂടെ ഉണ്ടെന്ന് ഉറക്കെ പറഞ്ഞതിനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രാർത്ഥന എന്ന വിഷയമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അത് അവിടെ അവസാനിപ്പിച്ചിട്ട് ഇന്നു മുതൽ ലേഖനങ്ങൾ പഠിക്കാനുള്ള ശ്രമം ചെയ്യുകയാണ്. അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ലേഖനങ്ങൾ മറ്റു പുസ്തകങ്ങൾ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ദി എപ്പിസ്റ്റൽസ് എന്ന പോർഷൻ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ദി എപ്പിസ്റ്റൽസ്, ലേഖനങ്ങൾക്കൊരു മുഖവുര. അത് 3 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ 1-2 ക്ലാസ് കൂടെ വേണ്ടി വന്നേക്കാം. കാരണം ലേഖനങ്ങളെ കുറിച്ചുള്ള ഒരു ആകത്തുക നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ പലപ്പോഴും സങ്കടത്തോടെ ഓർക്കാറുള്ളത്
ഈ ലേഖനങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ, അതിന്റെ സോഷ്യൽ സെറ്റിങ്സ് അറിയാതെ, അതിന്റെ റിലീജിയസ് സ്ട്രക്ചർ എന്താണെന്ന് അറിയാതെ നമ്മളെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലെ, നമ്മുടെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ സിസ്റ്റം വെച്ചൊക്കെയാണ് പലപ്പോഴും അതിന്റെ വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അതത്ര ഒരു നല്ല രീതിയല്ല. ഞാൻ ഇന്ന് പകൽ ഒരു വീഡിയോ കണ്ട് എനിക്ക് ഒത്തിരി ചിരിയും വന്നു, സങ്കടവും വന്നു. ആ ശുശ്രൂഷിക്കുന്ന സഹോദരൻ, പുള്ളിയെ അഭിഷേകം കൊണ്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക റെലത്തിൽ പുള്ളി നിൽക്കുക എന്നവർ. അത് ഏത് റെലവാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. രണ്ടാമത് പുള്ളി ഏഞ്ചൽസിനോടൊക്കെ കൽപ്പിച്ച് റിലീസ് ചെയ്യുവോ ഏതാണ്ടൊക്കെ ചെയ്യുന്ന കണ്ടു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ആത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകം വേണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പുസ്തകം അവിടെ കിടക്കുന്നു, നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന അവിടെ കിടക്കുന്നു. അപ്പോ ലേഖനങ്ങളുടെ പ്രാധാന്യം നമ്മൾ അറിയണം. ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം പറയാമേ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മള് പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ പഠനത്തിലേക്ക് വരുമ്പോൾ, ലേഖനമല്ല പ്രത്യേകിച്ചും സുവിശേഷങ്ങളിലേക്ക് നാം പഠനം ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ സുവിശേഷം ലേഖനമല്ല, ലേഖനമാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എന്ന് പറയുകയാണ്. സുവിശേഷങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും സെഖരിയ പ്രവചനം പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്താണെന്ന് അറിയാൻ ഒക്കൂ. അല്ലാതെ സിനോപ്റ്റിക് ഗോസ്പൽസ് പഠിച്ചാലും ഉപമകൾ പഠിച്ചാലും ഒന്നും ഈ 4 പുസ്തകത്തിന്റെയും ആകത്തുക എന്താന്ന് ഒരു പിടിയും കിട്ടുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിലെ സുവിശേഷ പുസ്തകമാണ് യെശയ്യാപ്രവചനം എന്നൊക്കെ പറയാറുണ്ട്. നിശ്ചയമായിട്ട് യെശയ്യാപ്രവചനത്തെ കുറിച്ച് ഒരു അറിവുണ്ടാകണം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സെഖരിയ പ്രവചനം. സെഖരിയ പ്രവചനത്തിന്റെ മുഴുവനും ആയിട്ടുള്ള നിവർത്തീകരണമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം, ഉയർപ്പ്, മടങ്ങിവരവ്, സകലതും ഉല്ലേഖനം ചെയ്തിരിക്കുന്ന പുസ്തകമാണ് സെഖരിയ പ്രവചനം. നമ്മൾ ആരെങ്കിലും സുവിശേഷം പഠിക്കുന്നതിന് മുമ്പ് സെഖരിയ പ്രവചനം പഠിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്നത്, നമ്മൾ മത്തായിയുടെ സുവിശേഷം എടുക്കുക, കർത്താവ് കടൽക്കരയെ നിൽക്കുന്നു, പ്രിയരി നിങ്ങളുടെ വല ശൂന്യമാണെങ്കിൽ നിറയ്ക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങല്ലേ വലയായിട്ട് പൊയ്ക്കോ, നിങ്ങൾ വല നിറച്ചോ, ഞാൻ അതിനെതിരല്ല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? എന്റെ കോണ്ടെക്സ്റ്റ് എന്താ? ഞാൻ മുൻപ് ക്ലാസ്സിൽ പല കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൂക്കോസ് 15-ാം അധ്യായത്തിലെ കാര്യം പറയുമ്പോൾ മുടിയമ്പൂത്രന്റെ കഥ എന്നാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലേ? അത് പറയാനുള്ള കാരണം എന്താ? കോണ്ടെക്സ്റ്റ് എന്താ? ചുമ്മാ അത് കയറി പറഞ്ഞതാണോ? ഇല്ല. അതറിയണമെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ പോകണം, അല്ലാതെ പിടികിട്ടത്തില്ല. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് ആവർത്തനം 21-ാം അധ്യായത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ആ ആവർത്തനം 21-ാം അധ്യായം പഠിച്ചൊരു മനുഷ്യനെ ഈ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ മുടിയമ്പൂത്രന്റെ കാര്യം എന്താണെന്ന് അറിയാൻ നോക്കൂ. അല്ലാത്തൊരു 2 പിള്ളേരുണ്ടായിരുന്നു. ഒരുത്തൻ അനുസരണം കെട്ടവനായിരുന്നു, അവൻ ചാടിപ്പോയി, മടങ്ങി വന്നു, അവനെ ഉടനെ കാര്യമായിട്ട് സ്വീകരിച്ചു. ഉള്ളതെല്ലാം ചേട്ടന് കൊടുത്തില്ല, അനിയനെല്ലാം കൊടുത്തവനെ സ്വീകരിച്ചു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ മാറി നിൽക്കാതെ വന്ന് കയറി, അപ്പം നിങ്ങൾക്ക് ഒരുക്കി വെക്കുന്ന എല്ലാം മേടിച്ചോളാൻ പറഞ്ഞ നമ്മൾ ചാടുന്നത്. അപ്പൊ അതിന്റെ കാര്യകാരണം അറിയണമെന്നുണ്ടെങ്കിൽ അത് ആവർത്തന പുസ്തകത്തിൽ പോണം. സ്തോത്രം. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നവരെ ശുശ്രൂഷ അവഗണിച്ചൊന്നും പറഞ്ഞതല്ല. നമ്മളതിന്റെ പശ്ചാത്തലം അറിയാതുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയാനുള്ള ഒരു ഭാഗമാണെങ്കിൽ ഞാൻ പറയാം. നമുക്കിപ്പം ഈ ലേഖനങ്ങളാണെങ്കിലും സുവിശേഷങ്ങളാണെങ്കിലും ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ജിയോഗ്രഫിക്കൽ സ്റ്റഡി, ഭൂമിശാസ്ത്രപരമായ ഒരു അറിവ്.
അത് പഴയ നിയമം പഠിക്കുമ്പോഴും വേണം. ഈ വടക്കേ രാജ്യം എന്നും തെക്കേ രാജ്യം എന്നും പറഞ്ഞ ഏതാണ് ഈ വടക്കേ രാജ്യം, ഏതാണ് ഈ തെക്കേ രാജ്യം? തെക്കേ രാജ്യം എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്തുള്ള രാജ്യം, തെക്കേ രാജ്യം എന്ന് പറഞ്ഞാൽ തെക്കു ഭാഗത്തുള്ള രാജ്യം. അതാണോ ഉദ്ദേശിച്ചേ? അല്ല. വടക്കേ രാജ്യം ഏതാണ്, തെക്കേ രാജ്യം ഏതാണ് അറിഞ്ഞിരിക്കണ്ടേ? വേണം. വേദം ഈ രണ്ട് രാജ്യം ഉണ്ടോ, വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഒന്നും? ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യമല്ലേ ഉള്ളൂ, പിന്നെ അതെ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും അല്ലേ? ശരിയാണ്. ഇസ്രായേൽ ഒന്നാമത്തെ രാജാവ് ശൗൽ 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു അല്ലേ? ശൗലിന് ശേഷം രണ്ടാമത് രാജാവായ വ്യക്തി ആരാണ്? ദാവീദ്. 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. ദാവീദിന് ശേഷം രാജാവായത് ശലോമോൻ 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. 40, 40, 40 മൊത്തം 120 വർഷം ശൗലും ദാവീദും ശലോമോനുമായി 120 വർഷം ഇസ്രായേൽ ഒറ്റ രാജ്യത്തെ ഭരിച്ചു. എന്നാൽ ശലോമോന്റെ കാലശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു, വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും. ഏതാണ് വടക്കേ രാജ്യം? ഇസ്രായേൽ ഗോത്രം 12-ലെ 10 ഗോത്രങ്ങൾ വടക്ക് ഭാഗത്തും, തെക്ക് യഹൂദയും ബെന്യാമിനും മാത്രം ഉൾപ്പെടുന്ന തെക്കേ രാജ്യം അഥവാ യഹൂദിയ. വടക്കേ രാജ്യം ഇസ്രായേലും തെക്കേ രാജ്യം യഹൂദ എന്ന പേരിലും അറിയപ്പെടുന്നു. യഹൂദരുടെ ആര് മാത്രമേ ഉള്ളൂ? ബെന്യാമിൻ ഗോത്രക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 10 വടക്ക് ഭാഗത്ത്. അതാണ് ഈ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. ഇസ്രായേലിനോട് അരുളി ചെയ്യുന്നു, യഹൂദയോട് അരുളി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ വടക്കുള്ള ദേശം ഏതാണ്, തെക്കുള്ള ദേശം ഏതാണെന്ന് അറിയണം. കർത്താവിന്റെ കാലം വന്നപ്പോൾ ഭൂമിശാസ്ത്രമായിട്ട് വരുമ്പോൾ പെരിയ അല്ലെങ്കിൽ പെറിയ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു. പക്ഷെ വേദോസ് നോക്കിയാൽ പെരിയ എന്നുള്ള സ്ഥലം കാണാനേ ഇല്ല അല്ലേ? അതെന്താ പെറിയെ കുറിച്ചൊന്നും പറയാത്തത്? അവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ കാണുന്നില്ല. യോർദാന്റെ മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കാൻ കുറച്ചൊന്നും എളുപ്പമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അക്കരെ ഭാഗമാണ് പെരിയ എന്നറിയപ്പെടുന്നത്. ഹേരോദാവിന്റെ അതിരെ കിടക്കുന്ന സ്ഥലമാണ്. മുഴുവനും വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം. യഹൂദൻ ആ ഭാഗത്തേക്ക് നോക്കുക പോലും ഇല്ല, അത്രക്ക് വെറുപ്പാണ്. ആ സ്ഥലത്തിന്റെ പേരും പറയല. പിന്നെ ആ ഭാഗം അറിയാൻ വേണ്ടി പറഞ്ഞ സാഹചര്യം വരുമ്പോ യോർദാൻ അക്കരെ എന്നേ പറയൂ. ഏത്? പെരിയ. മനസ്സിലാകുന്നുണ്ടോ? പലയിടത്തും സുവിശേഷം വായിച്ചു തരുമ്പോ യോർദാൻ അക്കരെ, യോർദാൻ അക്കരെ എന്ന് കാണുന്നുണ്ട്. അതേതാണ് ഈ സ്ഥലം? പെരിയ എന്ന സ്ഥലത്തെ ഉദ്ദേശിച്ച. എന്നാൽ പെരയെ കുറിച്ച് നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ടോ? കാണുന്നില്ല താനും. എന്തെങ്കിലും അതില്ലെന്നാണോ? അല്ലല്ലോ. എന്നാൽ ഈ യോർദാൻ അക്കരെ എന്ന് പറയുമ്പോൾ ഏത് സ്ഥലം എന്ന ന്യായമായി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണം. ഞാൻ പറഞ്ഞത് നമ്മള് ലേഖനങ്ങൾ എന്ന അല്പം കട്ടിയായുള്ള വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അതിന്റെ ഓർഡറിൽ തന്നെ അങ്ങ് എടുത്തു പോകാം എന്നുള്ളൊരു വിശ്വാസത്തോടും താല്പര്യത്തോടെ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പോയെങ്കിൽ ഊക്കൂ. നമുക്ക് ആ ക്രമമായിട്ട് തന്നെ അങ്ങ് പോകാം. എഴുതിയ ക്രമം അനുസരിച്ച് പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ? അതിൽ 14 ആരുടേതാണ്? പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ് അല്ലേ? ബാക്കി 7 അത് പൊതുലേഖനങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിന്റെ ഡിവിഷൻസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എഴുതിയ ഓർഡറിലല്ല പുസ്തകത്തിൽ ഇത് ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി കഴിഞ്ഞാൽ അടുത്ത ലേഖനം ഏതാണ്? റോമാലേഖനമാണ്. പക്ഷെ ആദ്യം എഴുതിയ ലേഖനം ഏതാണ്? പൗലോസിന്റെ ലേഖനങ്ങളിൽ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് പൗലോസ് എഴുതിയ ഏറ്റവും ആദ്യത്തെ ലേഖനം. റോമാലേഖനം 6-ാമത്തതാ.
തെസ്സലോനിക്കർ എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് പൗലൂസിന്റെ ലേഖനം ആദ്യമായി എഴുതപ്പെട്ട ലേഖനം. പക്ഷെ അതല്ലല്ലോ ആദ്യം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം പുസ്തകം കൊടുത്ത റോമാലേഖനമാണ്. അതെന്താ കാരണം? അതാ ഞാൻ പറഞ്ഞു, എഴുതിയ ക്രമം അനുസരിച്ചല്ല, വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് ഇതിനെ യോജിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? നോക്കൂ, റോമാലേഖനത്തിന്റെ പ്രത്യേകത. റോമാലേഖനം ഏത് വിഷയമാണ് കൈകാര്യം ചെയ്തത്? വിശ്വാസത്താലുള്ള നീതീകരണം. റോമാലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ ഇനി എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ റോമാലേഖനത്തിനെ തുടങ്ങാന്നുള്ള വിശ്വാസത്തിന് ഇരിക്കുക. കാരണം ഞാൻ വാക്യങ്ങളൊക്കെ അല്പം തെറ്റിച്ചൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലേ? ആ വാക്യം അങ്ങനൊന്നും അല്ല. ആ വാക്കുള്ളതുകൊണ്ടാ നമ്മളീ പലരും ഒരു പണിയും ചെയ്യാതെ വിശ്വാസത്താലുള്ള ജീവിതമാണെന്ന് പറഞ്ഞ് പോണേ. അങ്ങനല്ല ആ വാക്യം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല. എന്റെ നീതിമാൻ അവന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ ജീവിക്കുമെന്നാണ്. ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലേ? എന്നാ വാക്യം അങ്ങനെ. റോമാലേഖനം പഠിക്കണോ അത് എവിടെ കൊണ്ട് നിർത്തണോ? ഇപ്പൊ തന്നെ ഉള്ള ആൾക്കാരുടെ മുഖം വല്ലാണ്ടായി. ഇതുവരെ വിശ്വാസത്താലുള്ള ജീവിതമായിരുന്നു. വിശ്വാസത്താൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ വേണം ജീവിക്കാൻ. വാക്യം അങ്ങനെ അല്ലെന്നാ ഞാൻ പറഞ്ഞു. എന്റെ നീതിമാൻ അവന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ ജീവിക്കുമെന്നാണ്. സ്തോത്രം. നമ്മുടെ കൈ കിട്ടിയത് എന്താണ്? ഒറിജിനൽ എവിടെ കിടക്കുന്നു? വല്ല അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഇത്ര നാളും ചാടിയത്? സ്തോത്രം. അതാണ് റോമാലേഖനത്തിന്റെ പ്രശ്നം. അത് കാരണം ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എനിക്കറിയത്തില്ല. ഇന്നും ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയി. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാം, കഷ്ടിച്ചൊരു 10-12 പേര് കൂടുതൽ ലാസ്റ്റ് കാണാൻ സാധ്യതയില്ല. ഒടുവിലത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാനും ഷേർലിയും മാത്രം കാണും. അതിനുള്ള സാധ്യതയേ ഉള്ളൂ. പോട്ടെ, ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനായിട്ടോ ഇതിന്റെ കമന്റ് കൂട്ടാനായിട്ടോ യൂട്യൂബിൽ കുഞ്ഞാട് കാണും എനിക്കറിയാം, വ്യൂവേഴ്സിനെ കൂട്ടാനായിട്ടോ ഒന്നും ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ കാര്യം പോകുന്നത്. പക്ഷേ ലേഖനങ്ങൾ ഇതുവരെ പറഞ്ഞു പോകുന്നത് പോലെ അല്ലാത്തത് കൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കൂ. എന്തെങ്കിലും സംശയങ്ങളുടെ ദയവായി നിങ്ങൾ വഴക്കം കൊണ്ട് വരരുത്. അത് മുഴുവൻ പറഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ സംശയം മാറും. അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം മാറുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കാവൂ. അല്ലെങ്കിൽ ഞാൻ ഓങ്ങി വെക്കുമ്പോഴേ നിങ്ങൾ അയ്യോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങരുത്. തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ എവിടെയെങ്കിലും കൊണ്ടത് ഒരു ഭാഗത്ത് അടുപ്പിച്ചിട്ട് നിർത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എഴുതിയ ക്രമത്തിനനുസരിച്ചല്ല, വിഷയങ്ങളുടെ ക്രമം അനുസരിച്ചാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം. റോമാലേഖനം നീതീകരണമാണെങ്കിൽ അടുത്ത 2 പുസ്തകങ്ങൾ, കൊരിന്ത ലേഖനം 1-ാമത്തെ ലേഖനവും 2-ാമത്തെ ലേഖനവും വിശുദ്ധീകരണമാ. അതെന്താ? നീതീകരിക്കപ്പെട്ടവൻ അടുത്ത പടിയിലേക്ക് കയറണം. ഏത്? വിശുദ്ധീകരണം. ക്ലിയർ ആയോ? എന്താ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? ആണല്ലോ. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം കേട്ട് നിങ്ങൾ ഇപ്പം എന്നെ ചീത്ത വിളിക്കരുത്. ഞാൻ മൊത്തം പറയട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാരും തന്നെ ശുദ്ധരല്ല. ഒരൊറ്റ കുഞ്ഞാന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാരും ശുദ്ധരല്ല. അവരെല്ലാം വിശുദ്ധരാ. ഇപ്പോഴാ ശ്വാസം നേരെ വീണല്ലേ? കൊണ്ടുവന്ന് പാസ് എങ്ങോട്ടാ കൊണ്ടുവന്ന നിങ്ങൾ ചിന്തിച്ചേ? നമ്മൾ കേവലം ശുദ്ധരല്ല, നാം വിശുദ്ധരാണ്. ശുദ്ധരാ ജീവിക്കുന്ന ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ, നോവിക്കാതെ, ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ശുദ്ധരാ ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ചെരുപ്പ് ഉപയോഗിക്കാതെ, ഏകദേശം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ശുദ്ധരായ ഒരുപാട് പേരുണ്ട്.
എന്നാൽ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ശുദ്ധരല്ല, അവർ വിശുദ്ധരാണ്. മനസ്സിലായോ? ഇപ്പൊ ന്യായമായ ഒരു സംശയം. അപ്പം വിശുദ്ധരെന്ന് പറഞ്ഞാൽ എന്താണ്? 3 പദം അപ്പോസ്തലത്തിൽ. ഒന്ന് ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. മറക്കരുതേ 3 പദവേ. പരിശുദ്ധം അത് നമ്മൾ വിട്ടുതരിക, കാരണം നമുക്ക് ആർക്കും ഉള്ളതല്ല, അത് കർത്താവിന് മാത്രമുള്ളതാണ്. നീയല്ലോ ഏക പരിശുദ്ധൻ. ഹാഗനോസ്, ഹാഗിയോസ്, ഹോസിയോസ്, അങ്ങനെയാണ് ഗ്രീക്കിലെ. നമ്മൾ ഗ്രീക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നവരല്ലല്ലോ. പക്ഷെ ലേഖനങ്ങൾ ഒരേ സമയം പലതും ഗ്രീക്കിലും ഹീബ്രുവിലും എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ഗ്രീക്ക് വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ഭാഷയാണത്. എന്ന് കരുതി കളയാൻ വേണ്ട. അതാ. അപ്പൊ പരിശുദ്ധൻ എന്നുള്ളത് കർത്താവിന് മാത്രം ഉള്ളതാണ്. ചോദ്യം വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ. ഞാൻ അതിനെ സാധാരണ അത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ശുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? അശുദ്ധം. അതെല്ലാവർക്കും അറിയാം. അപ്പൊ ശുദ്ധം അശുദ്ധം പിടികിട്ടി. അങ്ങനെയാണ് വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് അവിശുദ്ധാണോ? അല്ല. വിശുദ്ധം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള പദം അവിശുദ്ധമല്ല. ഞാനൊരു കാര്യം ചെയ്യാം, വാക്യത്തിലൂടെ പപ്പപ്പിടി കിട്ടും. എല്ലാവരും വേദോസം തുറക്കാമോ? യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവചനം 44:23. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും. 42:20 ഒന്ന് വായിച്ചേ. ഇങ്ങനെ അവർ 4 പുറവും അളന്നു വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിച്ചു. 42:20. ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം. ന്യൂയോർക്കിൽ നിന്നും വായിക്കാം, കാനഡയിൽ നിന്നും വായിക്കാം, മസ്കറ്റിൽ നിന്നും വായിക്കാം, ഇല്ലെങ്കിൽ ബീഹാറിൽ നിന്ന് വായിക്കും. അതുകൊണ്ടാണ്. അതിന് പുരോഹിതൻ ദാവീദിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. കണ്ടോ? തിരുവല്ലായിന്ന് വായിച്ചു. അതിന് പുരോഹിതൻ ദാവീദിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. 3 വാക്യം പോരെ? മതി. വിശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം. കണ്ടോ? നമ്മൾ ആരാണ്? കുഞ്ഞാണ്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരായ കൂട്ടം എന്ന് പറഞ്ഞാൽ, വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാത്രമായി വേർതിരിച്ചു വെച്ചത്, ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാറ്റി വെച്ചത് എന്നാണ് വിശുദ്ധം എന്ന പദത്തിന്റെ അർത്ഥം. ക്ലിയർ ആയോ? നമ്മൾ ആരാണ്? വിശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാത്രമായി, ദൈവത്തിന് ഉദ്ദേശമുണ്ട്, അതിനുവേണ്ടി മാത്രമായി വേർതിരിച്ച കൂട്ടരാണ് ആര്? ഞാനും നിങ്ങളും. ക്ലിയർ ആയോ? യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരല്ല? സാമാന്യരല്ല. ഓക്കെ, ക്യാൻ യു ഫോളോ മീ? നാം വിശുദ്ധരായതുകൊണ്ട് ആരല്ല? സാമാന്യ ജനം അല്ല. എന്ന് പറഞ്ഞാൽ സാമാന്യ ജനത്തിന്റെ നടപ്പ് പോലെ, സാമാന്യ ജനത്തിന്റെ ജീവിത രീതി പോലെ, സാമാന്യ ജനത്തിന്റെ ഭക്ഷണ രീതി പോലെ,
സാമാന്യ ജനത്തിന്റെ വസ്ത്രധാരണം പോലെ, സാമാന്യ ജനത്തിന്റെ പോക്കും വരവും പോലെ, സാമാന്യ ജനത്തിന്റെ ഇടപാട് പോലെ, സാമാന്യ ജനത്തിന്റെ ജീവിത ശൈലി പോലെ ജീവിക്കാനുള്ളവനല്ല വിശുദ്ധൻ. നാടോടുമ്പോ നടുവേ ഓടുന്നവനാണെന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധനാകുകയല്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ലേഖനത്തിലേക്ക് കയറുന്ന കാര്യം പറയുമ്പോഴേ അങ്കലാപ്പാന്ന് പറയാൻ കാരണം, ഇതെല്ലാം പറഞ്ഞു പിടിപ്പിച്ച് കഴിയുമ്പം മിക്കവാറും ഈ ചാവും ഞാനും മാത്രമേ കാണൂ. സ്തോത്രം. പിന്നെ എനിക്കൊരു പ്രശ്നം, ഈ പുസ്തകത്തിന്റെ ഉപദേശത്തിനകത്തുനിന്ന് വരവണ്ണം അയവ് വരുത്തുമെന്ന് ചിന്തിക്കുകയും വേണ്ട. പുസ്തകത്തിലുള്ളതേ ഞാൻ പറയൂ, ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയത്തില്ല. അതിനെ ഞാൻ 3 വാക്യം തെളിവുന്ന, അല്ലെങ്കിൽ നാളെ വിശുദ്ധെന്ന് പറഞ്ഞ അതല്ലെന്നും പറഞ്ഞ് എന്റെ നേരെ വെള്ളമൊളിപ്പിട്ടുകൊണ്ട് ചാടി വരരുത്. ക്ലിയർ ആയോ? വിശുദ്ധനാണെങ്കിൽ നമ്മൾ ആരല്ല? സാമാന്യരല്ല. അപ്പൊ സാമാന്യ ജനത്തിന്റെ ഇടപാട് പോലെ, സാമാന്യ ജനത്തിന്റെ പോക്കും വരവും പോലെ, സാമാന്യ ജനത്തിന്റെ ശൈലി, അവന്റെ ഭക്ഷണ രീതി, അവന്റെ ജീവിത രീതി, അവന്റെ പോക്കും വരവും, അവന്റെ ഇടപാടും പോലെ ആകരുത് വിശുദ്ധന്റെ ജീവിത രീതികൾ. സമസ്ത മേഖലയിലും ആ വിശുദ്ധിയുടെ ആ അളവുകോല് കാത്തു സൂക്ഷിക്കണം. പറ്റുവോ? പറ്റണം. അതിനിതറിഞ്ഞേ പറ്റൂ. ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാമല്ലോ. ഞാൻ പറയാം, ഞാൻ തുടങ്ങി തരാം, ബാക്കി നിങ്ങൾ പറയണേ. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആ വാക്യം എങ്ങനെ പഠിച്ചെന്നാ 3:18 പോലെ വായിക്കാമോ? തിമോഥെയോസ് ലേഖനം 20 ഡയറക്റ്റ് വരണ്ട, 18 പോലെ വായിച്ചേ. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം. 1 അത് 2 സോറി, ഇത്രയും താമസം വേണോ? 2:14. 2:14 ഞാൻ റെഫറൻസ് തെറ്റിച്ചാ പറഞ്ഞല്ലേ? നീ ഇന്നവരോട് പഠിച്ചതാണ്. 3:14 മുതൽ വായിച്ചു. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. ദേവദാസനെ അത്ര മതി. ഞാനോടൊന്ന് പറയാമേ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ റെഫറൻസ് തെറ്റിച്ചാ പറഞ്ഞു. അതിന്റെ ഞാൻ ആ വാക്യം ഒന്ന് പറയാമേ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ. അപ്പൊ വിവരക്കേട് കൊണ്ട് പറ്റുകയല്ലേ? കുഴഞ്ഞല്ലോ. നീ ആരാണെങ്കിലും കേറി വാ, ഇപ്പൊ തന്നെ കൊണ്ടുവന്നല്ലേ നമ്മൾ പറയുന്ന മുഴുവൻ. നിന്നെ രക്ഷയ്ക്ക് എന്തോ ആക്കണമെന്നാ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇന്നത്തെ ക്ലാസ്സേ ആകപ്പാടെ കുഴഞ്ഞല്ലേ? സ്തോത്രം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്ത്. മനസ്സിലായോ? സാൽവേഷന്റെ പെർഫെക്റ്റ്നെസ്സില്, പൂർണ്ണതയിൽ, വിസ്ഡം, നോളജ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അല്ല വിവരക്കേട് കൊണ്ട് രക്ഷപ്പെടാമെന്നല്ല. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന മതിയായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ പഠിച്ചു വരികയല്ലേ? ദാറ്റ് ഇസ് വെരി ഗുഡ്. രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുന്ന, കണ്ടോ? ആ പദങ്ങളൊന്നും വിടരുതേ. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടല്ലേ, നമ്മുടെ വിഷയം അവിടെ കിടക്കുമല്ലോ.
രക്ഷയുടെ പൂർണ്ണതയിൽ നമുക്ക് വിവരം ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാതുള്ള പോക്കല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം വിശുദ്ധരാണ്, സാമാന്യ ജനമല്ല. അതുകൊണ്ട് സാമാന്യ ജനം കാണിക്കുന്ന എല്ലാ ഇടപാടിനകത്തും വിശുദ്ധൻ ചെന്ന് കൈകടത്തരുത്. സാമാന്യ ജനം കാണിക്കുന്ന എല്ലാ രീതിയും വിശുദ്ധൻ കാണിക്കരുത്. സാമാന്യ ജനം കാണിക്കുന്ന പേക്കൂത്തൊന്നും വിശുദ്ധന് യോജിച്ചതല്ല. എന്നോട് വഴക്കുണ്ടാക്കരുത്, ഞാൻ പുസ്തകത്തിലെ വാക്കെടുത്ത് കാണിച്ചിട്ടാണ്. സാമാന്യ ജനം എന്തും ചെയ്തോട്ടെ, അവരുടെ രീതിയും പോക്കും ഇടപാടും വിശുദ്ധന് ചേർന്നതല്ല. കാണുന്നവർ പറയണം, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. അത് പറയിപ്പിക്കണം. അവൻ പ്രവാചകനാണെന്നല്ല പറഞ്ഞ്, അവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പൊ റോമാലേഖനം നീതീകരണമാണെങ്കിൽ കൊരിന്ത്യലേഖനം രണ്ടും വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോലെ വിശുദ്ധീകരണം പ്രാപിച്ചവനിൽ ആ ആത്മിക ഫലങ്ങൾ കാണണം. അതാ ഗലാത്യ ലേഖനം. കണ്ടോ, കൊരിന്ത്യ ലേഖനം കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മബന്ധന ഗലാത്യ ലേഖനം കൊണ്ടുവച്ച് മേൽപ്പറഞ്ഞ രണ്ട് കാര്യവും ജീവിതത്തിൽ ഉള്ളവനിൽ ഈ ഫലം കാണും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. മനസ്സിലായോ? ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ് തുടങ്ങുക. ആത്മാവിന്റെ ഫലമാണെന്ത്? സ്നേഹം, സന്തോഷം. ആത്മാവിന്റെ ഫലം ഹോളാത്ത് കയറുമ്പോൾ മൂലം തീരുന്ന വരെ അന്യഭാഷ പറയുന്നതല്ല. സ്നേഹം. അയ്യോ, നമ്മൾ നിസാരമായിട്ടില്ല. കൊണ്ടുവരാനത്തിലാണ്ട് 13-ാം അധ്യായ സ്നേഹത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുക. വേറെ ഏത് സബ്ജക്റ്റിന്റെ ഒരു അധ്യായം മാറ്റി വെച്ച പറ. കാരണം പരിശുദ്ധാത്മാവിനറിയാം ഹോളിനകത്ത് കിടന്നുള്ള ഈ പടപ്പല്ലാതെ കണ്ട് ജീവിതത്തിൽ ഇതില്ല എന്നുള്ളത് അറിയാം. തുറന്ന മനസ്സോടെ എന്തിനെ കൈ കൊടുക്കുന്ന പോലും ചുവന്നേരാണ്. അല്ലല്ലോ, ഇനി മുട്ടിച്ചേച്ച് പോവല്ലേ ഉള്ളൂ. പിന്നെ കൈ കൊടുത്തില്ലെങ്കിൽ എന്നാ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ എത്തി വെച്ചൊന്ന് മുട്ടിച്ചേച്ച്, പണ്ട് പള്ളിയിലൊക്കെ കയ്യസൂരി കൊടുക്കുന്ന പോലെ ഇന്ന് മുട്ടിക്കും, അത്ര തന്നെ. അതാണോ? അല്ല. ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ അറിയാം ഇത് ആത്മാർത്ഥമായിട്ടാണോ അല്ലെന്നുള്ളത്. സ്നേഹം, സന്തോഷം. അതെ, നമ്മുടെ സന്തോഷം മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അല്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നടക്കാന്നുള്ളതല്ല. മറ്റുള്ളവന്റെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയണം. മറ്റുള്ളവർക്ക് ഒരു നന്മ ലഭിച്ചാൽ, വീട് വെച്ചാൽ, വണ്ടി വാങ്ങിച്ചാൽ, തലമുറകൾക്ക് ഭാവി ഉണ്ടായാൽ അത് കണ്ട് സന്തോഷിക്കണം. എന്നിട്ടൊരു നല്ലൊരു സ്വോത്രമൊക്കെ പറയണം. അത് ആത്മാവിന്റെ ഫലം. അല്ലാതെ ഹോളിനകത്ത് കയറുമ്പം മുതല് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തുള്ളി 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 ഏറ്റവും പുറകെ വരെ വരുന്ന അല്ല ആത്മാവിന്റെ ഇടപാട്. അത് ഞാൻ അവസാനം പറയാം. സ്തോത്രം. എന്നെ ഒരുമാതിരിപ്പെട്ട ഒരു പള്ളിയിലും വിളിക്കുകയും കയറ്റുകയും ചെയ്യാത്തതിന്റെ കാരണം ഇതാ. അതെനിക്ക് തന്നെ അറിയാം. എന്റെ കയ്യിൽ എന്നാലും പറയാതിരിക്കാൻ നോക്കുക. മനസ്സിലായി? ആത്മാവിന്റെ ഒഴുക്കെന്ന് പറഞ്ഞ് നമുക്ക് ഈ ബലം പിടിക്കില്ലാതെ പോകാന്നുള്ളതല്ലേ. നിങ്ങൾ വഴക്കുണ്ടാക്കിയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ആ ആത്മാവിന്റെ ഫലം പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു ഫലം പറഞ്ഞെന്നറിയാമോ? എന്താണത്? ഇന്ദ്രിയ ജയം അല്ലേ? അതിന് ഇംഗ്ലീഷ് എന്താ കൊടുത്തിരിക്കുന്നത്? സെൽഫ് കൺട്രോൾ. എന്തുവാ? സെൽഫ് കൺട്രോൾ. പച്ച മലയാളം സ്വയ നിയന്ത്രണം. ആത്മാവിന്റെ ഒഴുക്ക് വരുമ്പം അത് റിയൽ ആണെങ്കിൽ തനിക്ക് തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയും. അല്ല, ആത്മാവിന്റെ ഒഴുക്ക് വരും പരിസരബോധം ഇല്ലാതെ കണ്ട് അടുത്തിരിക്കുന്ന ആളുടെ കാലിലും കയറി ചവിട്ടി, മൈക്കിന്റെ വള്ളിയിലും കയറി ചവിട്ടി, മൈക്കിന്റെ സ്റ്റാൻഡ് ഓടിച്ചിട്ട് പൊത്തൂന്ന് മൈക്കിന് താഴെ വീണു, കുടിക്കാൻ പറ്റുന്ന വെള്ളവും മറിച്ചിട്ട് പുറകെ കിടന്ന കൊച്ചിന്റെ കാലിലും കയറി ചവിട്ടി. ഇതൊന്നും ഉണ്ടാകുകയല്ല. സ്തോത്രം. ഞാൻ പണ്ട് വാഗമണിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ കണ്ടു. ഞാനാ പ്രസംഗിക്കുന്നത്. കയറി ചെന്നപ്പം
എല്ലാവരും എഴുന്നേറ്റ് പാട്ട് പാടുക. ആത്മാവെന്ന് പറഞ്ഞ് സ്റ്റേജിന്റെ കുറെ കൂടെ ഒരു പോക്ക് അങ്ങ് എല്ലാവരുടെ കസേരയായിട്ട് ഒരു പോക്ക് പോയിട്ട് ഞാൻ മാത്രമുണ്ട് സ്റ്റേജ്. അതൊക്കെ ആത്മാവാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ആത്മാവാണെങ്കിൽ സ്റ്റേജിന് ഇത്രയും വലിപ്പം ഉള്ളെന്നും ഒരടി പുറകോട്ട് മാറിയാൽ താഴെ വീഴുമെന്നും ഇത്ര ഡിസ്റ്റൻസേ ഉള്ളെന്നും പരിസരബോധം വേണമെന്നൊക്കെ ആത്മാവാണെങ്കിൽ പറയും. ആത്മാവ് അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ വിശ്വസിക്കുന്ന ആത്മാവ് അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ആത്മാവിന്റെ ഒഴുക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ വെല്ലും ബ്രേക്കില്ല, ബോധമില്ല. നോ, ബോധമില്ലാത്തവന് ബോധം കൊടുക്കുന്നതാണ് ആത്മാവ്, അല്ല ഉള്ള ബോധം കൂടെ കളയുന്നതല്ല. സ്തോത്രം. മിക്കവാറും ഇങ്ങനെയാണ് ലേഖന പഠനം നടക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സ്നേഹം, സന്തോഷം, സമാധാനം. ഏത് കാര്യം കേട്ടാലും അവിടെ ബഹളം വെക്കരുത്. എന്താന്ന് മുഴുവൻ കേൾക്കില്ല, അതിന് മുമ്പ് അങ്ങ് ചാടി ഇറങ്ങുക. ഏത് വിഷയമല്ല, അത് സമാധാനത്തോടെ കേൾക്കാൻ. ഞാൻ എൻ്റെ യഥാർത്ഥ മീനിങ്ങിലേക്കല്ല, പൊതുവാളൊരു കാര്യം അങ്ങ് പറയുക. ഇല്ല, പുസ്തകത്തിൽ പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥത്തിലേക്കല്ല പറഞ്ഞത്. പൊതുവെ ഞാൻ പറയും, ഒരു സമാധാനം ഏത് കാര്യം കേട്ടാലും. എന്താന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചാടി ഇറങ്ങി ഓടരുത്. ചിലരോടൊന്നും പറയാൻ നിൽക്കില്ല, അതിന്റെ മുമ്പേ ബഹളം വെച്ചുകളെ. അത് സഭയിലാണല്ലോ. അതെ, 3 സുവാസ പ്രാർത്ഥന കാര്യം പറയുമ്പോൾ അതിനും ബഹളമല്ലേ ഉള്ളൂ. നമുക്ക് ഈ മാസം അവസാനം 3 യോഗം വെച്ചാലെന്ന് പറഞ്ഞ് തീർന്നില്ല, അതിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞു. സമാധാനം, ദീർഘക്ഷമ. കണ്ടോ, ദീർഘമായി ക്ഷമിക്കണം. ഞാനൊരു കാര്യം പറയാം, പുതിയ നിയമത്തിന്റെ ഉപദേശത്തിൽ ക്ഷമ ചോദിക്കാൻ അനുവാദമില്ല, ക്ഷമിക്കാനേ അനുവാദമുള്ളൂ. ഈയടാ ഒത്ത് മനസ്സിലായോ? ക്ഷമ ചോദിക്കാനായിട്ടല്ല, ക്ഷമിക്കാനാണ് അനുവാദമുള്ളത്. എന്റെ ആയിരിക്കും ഒന്ന് പറഞ്ഞാലേ ഞാൻ ക്ഷമിക്കൂ എന്നല്ല. നമ്മളൊരിക്കൽ ഒന്ന് പറയുമ്പോൾ ഞാനത് എന്നേ ക്ഷമിച്ചു, അമ്മാമ എന്തിനാ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, അത് വേണം പറയാൻ. ഏതായാലും അമ്മാമ വന്നു, എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിടുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചോണ്ടിരുന്നേനെ. അതല്ല. മനസ്സിലാവുന്നുണ്ടോ? തെറ്റു ബോധ്യമായി പറയാൻ വരുമ്പോഴേ പറഞ്ഞു, അമ്മാമ അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ട കാര്യമാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് അമ്മാമ ഇത് പ്രാർത്ഥിക്കാൻ നോക്കുവോ, പരിശുദ്ധാത്മാനെ ദുഃഖിപ്പിക്കാൻ നോക്കുവോ? ഞാൻ അന്നേരം മറഞ്ഞ അമ്മാമേ, അതുപോലെ ഞാൻ മനസ്സിൽ വെച്ചിരിക്കും അമ്മാമ എന്തിനാ ഇത് കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുടെ മനസ്സുള്ള ഒരു ആശ്വാസം ആലോചിച്ച് നോക്കിയേ. അമ്മാമയെ എത്ര പറഞ്ഞാലും പറഞ്ഞതൊക്കെ പറഞ്ഞതല്ലാതാകുമോ? എന്റെ ഉള്ളതല്ലേ തകർന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സീനൊന്നും ഉണ്ടാക്കരുത്. അതാ ഞാൻ പറഞ്ഞേ, ക്ഷമ ചോദിക്കാൻ വ്യവസ്ഥയില്ല, ക്ഷമിക്കാനേ വ്യവസ്ഥയുള്ളൂ. ദീർഘക്ഷമ, ദയ, ദയ, അതെല്ലാ മേഖലയിലും കാണിക്കണേ. സ്തോത്രം. എല്ലാ മേഖലയും, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എല്ലാ മേഖലയിലും ഒരു ദയ കാണിക്കണം നമ്മൾ. സ്തോത്രം. ആരോടും ഒന്നിനും വിട്ടുകള, പരോപകാരം, അതൊക്കെ ഇതിനകത്തുള്ളതാ. സ്തോത്രം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, സൗമ്യത. സംസാരം കേട്ടാൽ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാത്ത കാര്യം നേറിയ. റോമാലേഖനത്തിൽ നീതീകരണം, കൊരിന്ത ലേഖനത്തിൽ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനത്തിൽ ഇത് രണ്ടുള്ളതിന്റെ ആത്മഫലങ്ങൾ. ഈ ആത്മഫലം ഉള്ളവനെ കണ്ടാൽ അറിയാം, അവന്റെ മുഖത്ത് എപ്പോഴും സന്തോഷം കാണും. അതാണ് ഫിലിപ്പ് ലേഖനം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പ് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്താ സന്തോഷിക്കാൻ കാരണം? പൗരത്വം ഇവിടെ അല്ല, സ്വർഗത്തിലായതുകൊണ്ട്. 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പിന്നെ സന്തോഷിക്കുന്ന എന്നാ കുഴപ്പം? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. 3:20 അങ്ങനല്ലേ? ആണല്ലോ. അതുകൊണ്ട് അവരുടെ ആ മുഖത്തോടെ നോക്കിയാൽ തന്നെ ഒരു സന്തോഷം. ദൈവമക്കളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ആയിരിക്കണം. എപ്പോഴും കരഞ്ഞും പിഴിഞ്ഞും വയ്യേ വയ്യേ, ഇല്ലേ ഇല്ലേ, ഞരങ്ങി മൂളി. നോ, അതൊക്കെ ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ടാകും. പക്ഷേ മുഖത്തേക്ക് നോക്കി ഒരു ചൈതന്യം ഉണ്ടായിരിക്കണം. അതാ ഫിലിപ്പ് ലേഖനം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അങ്ങനെ സന്തോഷിക്കുമ്പോൾ
അവരുടെ ചിന്താഗതി എന്താണെന്ന് ആ കൊലോസ് ലേഖനം പറയുന്നത്. അവരുടെ പൗരത്വ സ്വർഗത്തിലായതുകൊണ്ട് ചിന്ത അതുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് ആ കൊലോസ് ലേഖനം 3:1 നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പി. പൗരത്വ സ്വർഗത്തിലായതുകൊണ്ട് അവിടുത്തെ ചിന്ത വേണം. മനസ്സിലായോ? സ്തോത്രം. അതാണ് കൊലോസ് ലേഖനം. അജിപാസ്റ്റർ എഫ് പറഞ്ഞില്ല തോന്നുന്നു. പറയാം. അപ്പൊ ഓരോ ആ കണക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഗലാത്യ ലേഖനത്തിൽ ആ ആത്മഫലം പുറപ്പെടുവിക്കുമ്പോൾ ദേവദാസൻ ഓർപ്പിച്ചു, ഞാൻ എഫ് എസ് ലേഖനം പറഞ്ഞില്ല എന്നുള്ളത്. ആ ആത്മഫലമൊക്കെ നീതീകരണം പ്രാപിച്ച് വിശുദ്ധികളെ തുടർന്ന ആത്മിക ഫലം പുറപ്പെടുവിക്കുന്നവന്റെ ആത്മിക പദവിയാണ് എഫ് എസ് ലേഖനം. അതെന്താ? അവൻ നമ്മെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. സ്വർഗ സ്ഥലങ്ങളിലായിരിക്കുന്നത്. കണ്ടോ? അതാണ് എഫ് എസ് ലേഖനം. ആ ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ എഫ് എസ് ലേഖനം പഠിക്കുകയല്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. എഫെസോസിൽ സഭ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് കാണുന്നല്ലേ. പൗലോസ് എഫെസോസ് പട്ടണത്തിൽ വരുന്നതും ഈ എഫെസോസ് പട്ടണത്തിന്റെ, നിങ്ങൾ എഫ് എസിലെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. സമയം കഴിഞ്ഞല്ലേ? കുഴപ്പമില്ല, ഞാനിപ്പോ അവസാനിപ്പിക്കാമേ. എഫെസോസ് 1-2 ദൈവേഷ്ടത്താൽ കേട്ടില്ല. ആന്റി ഒന്നുകൂടെ വായിച്ചേ. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ഉള്ള വിശുദ്ധന്മാർക്കും അടുത്തത് ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് അല്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. എഫെസോസ് പട്ടണം ഒന്ന് തുറമുഖ പട്ടണമാണ്. പല രാജ്യത്തു നിന്നും ആളുകൾ വരുന്നു. അതിന്റെ കാരണം എഫെസോസിലുള്ള അർത്തമിസ് ദേവിയുടെ പ്രതിഷ്ഠയും, രണ്ടാമത് എഫെസോസ് പട്ടണത്തിന്റെ പ്രകൃതി വരാൻ കാരണം അവിടെയുള്ള ആളുകളുടെ പ്രധാന വരുമാനം എന്താണെന്നറിയാമോ? മന്ത്രവാദം. അവിടുത്തെ ആൾക്കാരുടെ പ്രധാന പരിപാടി എല്ലാവരും മന്ത്രവാദികളാണ്. ആ പട്ടണത്തിൽ പൗലോസ് ചെന്ന് പൗലോസിലൂടെ നടന്ന വീരപ്രവൃത്തി കണ്ടപ്പോൾ മന്ത്രവാദം ചെയ്യുന്ന മുഴുവൻ മന്ത്രവാദികളും അവരവരെ ഗ്രന്ഥക്കെട്ടെല്ലാം കൊണ്ട് പൗലോസിന്റെ മുമ്പിലിട്ടു. എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. അന്നേ കാലത്ത് 50,000 വെള്ളിക്കാശ് അതിന് വില ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാന മാർഗമായിരുന്നു എന്ത്? ഈ മന്ത്രവാദത്തിന്റെ ഗ്രന്ഥക്കെട്ടും ഒക്കെ. അതാണ് ദൈവനാമത്തിൽ കത്തിച്ചു കളഞ്ഞ്. കഞ്ഞി കുടിക്കണമെങ്കിൽ ഇത് വേണമായിരുന്നു. ശരിയല്ലേ? അവരുടെ വരുമാന മാർഗമായിരുന്നു ഇത്. അതെല്ലാം കൂടെ കത്തിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ പൗലോസിന്റെ പ്രസംഗം കേട്ടിറങ്ങിയത്. അതുകൊണ്ടാണ് അവരുടെ വരുമാന മാർഗം കളഞ്ഞിട്ട് വന്നതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ മനഃപൂർവ്വം ഒന്നുള്ള ശൈലി ചേർക്കുന്നുണ്ട്. അവരുടെ കൃപാധനപ്രകാരം മഹത്വത്തിന്റെ അത്യന്ത ധനം, കൃപയുടെ ധനം, തേജസ്സിന്റെ ധനം എന്നൊക്കെ പറയാൻ കാരണം ഇവർക്ക് ധനമായിരുന്നതെല്ലാം കളഞ്ഞിച്ച് വന്നവർക്ക് അതിനേക്കാൾ എത്രയോ വലിയ ധനമാണ് ഈ കൃപയും മഹത്വവും മഹിമയും തേജസ്സും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക പൗലോസ്. അതുകൊണ്ടാണ് ആ ശൈലിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായി വിശ്വസിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. പൗലോസ് പറയുകയാണ് എഫെസോസിൽ ഉള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഈ എഫെസോസ് പട്ടണം മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും കേന്ദ്രമാണ്. പൗലോസ് പറയുക, കർത്താവിനെ പിൻപറ്റി ഇറങ്ങിയ നിങ്ങൾ ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ഈറ്റില്ലമായ എഫെസോസ് പട്ടണത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് എഫെസോസിലല്ല, ക്രിസ്തുയേശുവിൽ.
വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ചുറ്റും ആഭിചാരവും മന്ത്രവാദവും കൊടികുത്തി വാഴുമ്പോഴും പൗലോസ് അവരോട് പറയുക, നിങ്ങളുടെ ചുറ്റും ആഭിചാരവും മന്ത്രവാദവും കൊടികുത്തി വാഴുമ്പോഴും നിങ്ങൾ എഫെസോസിൽ പാർക്കുന്നുവെങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് എഫെസോസിലല്ല, ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷിക്കാൻ വേറെ വല്ലതും വേണോ? കണ്ടോ, പൗലോസ് പറയാ, ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു നിങ്ങൾ, ക്രിസ്തുയേശുവിൽ വിശ്വാസികൾ. എന്താ നിങ്ങൾ വിശ്വാസികൾ? എഫെസോസിലെ വിശ്വാസികൾ അല്ല, നിങ്ങൾ ക്രിസ്തുയേശുവിലെ വിശ്വാസികളാ. ചുറ്റുപാടും മുഴുവനും ആഭിചാരവും മന്ത്രവാദവും ഗ്രന്ഥക്കെട്ടും അതുകൊണ്ട് നടക്കുന്നവരും ഒക്കെ ആയിക്കൊള്ളട്ടെ, ആ അറ്റ്മോസ്ഫിയറിനകത്തും നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. സ്തോത്രം. ചെറിയ കാര്യ ക്ലാസ് ആണെങ്കിലും ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങളുടെ ചുറ്റും സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ആകമാനം തകർക്കാൻ പറ്റുന്ന ദുഷ്ടശക്തികൾ നിങ്ങൾക്കെതിരെ ഏതെല്ലാം നിലയിൽ കൊടികുത്തി വാണ് നിങ്ങൾ പൊരുത് നേടാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. 100% സേഫായിട്ടുള്ള ഒരു ലോക്കറിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ചുറ്റുപാടും ആർത്തമിസ് ദേവിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ, മന്ത്രവാദത്തിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ, ആഭിചാരത്തിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ, പോരാട്ടങ്ങൾ കൊടികുത്തി വാഴട്ടെ, ഒന്നും നിന്റെ രോമത്തെ പോലും വേശുകയില്ല. കാരണം നീ ഇരിക്കുന്നത് ക്രിസ്തുവിൽ. ആണ്ടോ പൗലോസ് അത് പറയുക. സ്തോത്രം. നമുക്ക് അതുകൊണ്ടാണ് ലേഖനം സാവധാനം പഠിക്കാമെന്ന് പറയാൻ കാരണം. നമ്മളെ ആത്മാവ് ബലപ്പെടുന്ന കാര്യവും ഒപ്പം വചനത്തിന്റെ ആഴങ്ങളും അറിഞ്ഞ് നിങ്ങൾ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തുകളെ ബാല്യം മൂലം പഠിക്കേണ്ടതാണ്. അന്നേരം പഠിക്കാനൊത്തില്ലെങ്കിൽ ഇപ്പോഴേലും നമ്മൾ പഠിക്കണ്ടേ. നീ ഇപ്പൊ പഠിച്ചില്ലേ പിന്നെ എപ്പോഴാ പഠിക്കുന്നത്? സ്തോത്രം. മറക്കരുത്. അപ്പോൾ ഞാൻ 2-3 ലേഖനത്തിന്റെ കാര്യമാണ്. റോമാലേഖനം നീതീകരണം, കൊരിന്ത്യർ ലേഖനം 2 വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം അവർക്കുള്ള ആത്മിക ഫലങ്ങൾ, ആത്മിക ഫലം പ്രവർത്തിക്കുന്നവർ ആത്മിക പദവിയാണ്. എഫെസ് ലേഖനം ആ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നവരെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം, അവരുടെ മുഖത്ത് ആ സന്തോഷമുണ്ട്. അതാണ് ഫിലിപ്പ് ലേഖനം. ആ സന്തോഷം വരാനൊരു കാരണം അവരുടെ ചിന്താഗതി ഏതാണെന്ന് അതാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ആ കൊലോസ്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടത്. എന്താണത്? സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിലെ വിഷയം ഞാൻ ബാക്കി പിന്നെ പറയാം. ഞാൻ ഇപ്പൊ സമയം കൂടുതലെത്തല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.